എഴുതുന്നത്. എഴുത്തൊക്കെ എഴുതാന്നോ? ഈ വീടും അല്ലേ? എന്താ വീടിനൊക്കെ പറ്റി എഴുതണ? മറ്റു സ്ഥാപന അല്ലേ? ഞാൻ എഴുതി തരാം. അവനതിന് അക്ഷരം പഠിപ്പിച്ചതല്ലേ, നീ ഇപ്പോൾ എഴുതാൻ വഴക്കാണോ അമ്മ ഇപ്പോഴും? എനിക്ക് ആരോടും വഴക്കില്ല, പരാതിയില്ല. എന്താടാ എഴുത്തൊക്കെ എഴുതണ? വായിക്കാത്ത എന്ത് കോഴിക്കോട്ടെ ഇരിക്കുക? ഓ ഇരിക്കുന്നു. എന്താ അല്ലെങ്കിലും ക്ലീറ്റോ കാണിച്ചത് ഭയങ്കര വൃത്തികേടാ, എനിക്കറിയാതെ. ക്ലീറ്റോ വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. അമ്മേനെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല അല്ലേടാ. അതവിടെ ഇരുന്ന് കടിച്ചോണ്ടടി, അത് വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ വലിയ കാര്യം എന്താ എഴുതണ? എന്താ പറയാൻ പാടില്ലേ? പറയാൻ പാടില്ലാത്തതാ. മറച്ചിരിക്കുന്നു. നീ എഴുതിട്ട് പോയാ എന്തായാലും എനിക്ക് ഇവിടെ ഇരിക്കാൻ പോലെ. ഞാൻ അമ്മേനെ കാണാൻ വന്നല്ലേ. നല്ല തലവേദന ഉണ്ടല്ലോ. അമ്മ ഒരു കാര്യം ഇവിടെ ഒരു ഒപ്പിട്ടോ, ഇതിനിടയിൽ ഒരു ഒപ്പിട്ടിട്ട്. എന്തിനാ അമ്മ ഒപ്പിടണേ? പേരെഴുതണോ? അതാ പേര് ഞാൻ എഴുതിക്കോളാം, അമ്മ ഇവിടെ ഒപ്പിട്ടാ മതി. അതാ ഈ പേപ്പർ, ഈ വെള്ള പേപ്പറിൽ ഇപ്പുറത്തെ സൈഡിലോട്ട്. വെള്ള പേപ്പറിലൊന്നും ഒപ്പിടാൻ പാടില്ല അങ്ങനെ. അതെന്റെ മോനല്ലേ, ഞാൻ ഒപ്പിട്ട് കൊടുത്തു, വേറെ ഒന്നും അല്ലല്ലോ. അമ്മ പോയി കിടന്നോളൂ. ഒന്ന് പോയി കിടക്കട്ടെ കേട്ടോ. ഞാൻ എഴുതിക്കോളാം. തലവേദന. അമ്മ ഒരു ചായ ഇട്ടോട്ടെ. നിനക്ക് എന്ത് വേണേ എഴുതിയെടുക്കേണ്ടത്? വേണ്ട. എന്താന്ന് പറയും എന്നോട്? എന്താന്ന് പറയും? ഇവിടെ ചില കാര്യങ്ങൾ മാറ്റി എഴുതണമെന്ന് അമ്മ പറഞ്ഞു, ഞാൻ എഴുതി കൊടുക്കുന്നു. അമ്മ സൈൻ ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ എഴുതിക്കൊള്ളു. ബാക്കി ഇത്ര തന്നെ കാര്യം, അതിനകത്ത് വലിയ കാര്യം. എന്താ ചില കാര്യങ്ങൾ മാറ്റി എഴുതേണ്ട സമയത്ത് മാറ്റി എഴുതണമെന്ന് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അമ്മ പറഞ്ഞാൽ എന്താ വേണ്ട വെച്ചു. അപ്പം അമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഞാനതുപോലെ എഴുതി. അത് തന്നെ കാര്യം. ചില കാര്യങ്ങൾ മാറ്റി എഴുതണമെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ഇഷ്ടതാനല്ലേ? ആണെങ്കിൽ അമ്മ പറയുന്നത് ഞാൻ എഴുതുന്നു, അത്ര തന്നെ. ഇഷ്ടത്താനം എന്തിനിപ്പം മാറ്റി എഴുതണേ? നിങ്ങൾ കേസ് കൊടുക്കും. ഇഷ്ടതാനം ഓരോ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. ഓരോരുത്തർ ഇത് എഴുതാനും സമ്മതിക്കില്ല. നീ പോ.